പെരുന്നാളിൻ്റെ നിസ്കാരം ഉണ്ടല്ലോ, ആ തെക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ, ആ ദിക്ർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. കുറഞ്ഞ സ്വഹാബികളിൽ നിന്ന് മാത്രമേ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് അതൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. നമ്മുടെ വിഷയം എന്നുള്ളത് നബിദിനാഘോഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം അത് ചോദിക്കുക. അതില്ലാന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താക്കാം, ചോദ്യത്തിനുള്ള അവസരം മറ്റൊരാൾക്ക് കൈമാറി പിന്നീട് അവസാനം നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. ഇതിന് നബിദിനവുമായി നേരിട്ട് ബന്ധമില്ലാത്ത വിഷയമായതുകൊണ്ട് അത് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. നിങ്ങൾക്ക് അതല്ല നബിദിനവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരം കൂടി തരാണ്, ചോദിക്കാം. അപ്പോൾ പ്രമാണങ്ങൾ തീരുമാനമാകുക എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ പറ്റൂല എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മളെ ചർച്ച കൊണ്ട് എന്തുള്ളൂ കാര്യമുള്ളൂ. അതല്ലാതെ നബിദിനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിലും ആദ്യം പ്രമാണങ്ങൾ തീരുമാനമാവണം. അപ്പൊ നിങ്ങൾ പറയാൻ നബി ചെയ്തത് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നുള്ളതാണ് പ്രമാണമെങ്കിൽ പിന്നെ ഈ ഒരു ചോദ്യത്തിന് അർത്ഥമല്ല. പക്ഷെ ചിലപ്പോ നിങ്ങൾ പറയുന്നത്, ഇപ്പൊ ഫൈസൽ മൗലവി തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വഹാബി ചെയ്താൽ അതെന്താണ് പ്രമാണാണ്. നമ്മളെ സംബന്ധിച്ച്, ഈ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്, വേറെ മുജാഹിദ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് ചിലപ്പം പറയും. പക്ഷെ വേറെ ചിലപ്പോൾ നിങ്ങൾ പറയും, ഇപ്പൊ ഈ ഒരു ചോദ്യം തന്നെ ഒരു മുഖാമുഖത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നുള്ള മറുപടിയാണ് നിങ്ങൾ മറുപടി ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെയും പറയാ, വേറെ സ്ഥലത്തെത്തിയാൽ വേറെ നിലക്കും പറയാ. ഒരു മുജാഹിദിന്റെ ഒരു പ്രശ്നമാണത്. കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ നബിദിനാഘോഷം തന്നെ എടുക്കുകയാണെങ്കിൽ അത് അനുവദനീയാണ്, അത് ചെയ്യാൻ പറ്റുന്നൊക്കെ മുജാഹിദ് പഠിപ്പിച്ചതായിട്ട് അവരുടെ പുസ്തകത്തിൽ ഇഷ്ടംപോലെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കാലം ഇങ്ങനെ മാറി മാറി വന്നു. അപ്പൊ എന്ത് ചെയ്തു, മുജാഹിദിന്റെ നിലപാടും മാറി. നിങ്ങൾ ചോദ്യം ചോദിക്കും. അല്ല, അതന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊരു മുജാഹിദിന്റെ പ്രത്യേകതയാണ്. അപ്പൊ നമുക്ക് തീരുമാനമാകാനുള്ള വിഷയം എവിടെയെന്ന് വെച്ചാല് പ്രമാണങ്ങൾ തീരുമാനമാവേണ്ടതിന് അപ്പൊ മാത്രമേ ഈ ചർച്ച നടക്കുള്ളൂ. അപ്പോൾ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തീരുമാനമായി കഴിഞ്ഞാൽ അപ്പൊ ചർച്ചക്കൊരു ഇതുണ്ട്. അതല്ലാതെ പ്രമാണങ്ങൾ തീരുമാനമാവാതെ നമ്മൾ ഏത് വിഷയം ചർച്ച ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അല്ല, നമുക്ക് പ്രമാണങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. ആ വിഷയത്തിൽ നമ്മളും നിങ്ങളും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ആ നിലക്ക് ഇനി പ്രമാണം തീരുമാനമാകല്ലേ, നിങ്ങൾ ചോദ്യം ചോദിച്ചോളി. അപ്പൊ സ്വഹാബത്തിന്റെ വാക്ക് ഏതെങ്കിലും ഒരു സ്വഹാബി പറഞ്ഞാൽ പ്രമാണാവോ? അവിടെയാണല്ലോ പറഞ്ഞത്. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് എപ്പോഴാണ് കണക്ക് കൂട്ടുക, അതിന് ഏത് രൂപത്തിലാ പ്രമാണമായി കാണുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു കുറിച്ച് ചെല്ലാൻ പറ്റുമോ? നമ്മളതാ പറഞ്ഞത്. ആ വിഷയം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നിങ്ങൾ നബിദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഓക്കെയാണ്. കാരണം നിങ്ങൾ പറഞ്ഞു എന്ത്, ഒരു ആരാധനപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു. ആരാധനപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഒരു സ്വാമി പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞു. അല്ല, അങ്ങനെ തന്നെ അല്ലേ? പക്ഷെ കഴിഞ്ഞ മുഖാമുഖത്തിൽ നിങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്. അത് ചെയ്യാൻ പറ്റൂല എന്ന് തന്നെയാണ് എന്ത് ചെയ്ത് വല്ലപ്പോഴും മുഖാമുഖത്തിൽ നിങ്ങൾ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത് മുജാഹിദ് ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയണത്. അതാണ് ഈ പ്രശ്നം എന്ന് പറയണത്. നിങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്ന് തന്നെയാണ് പറയണതെങ്കിൽ ഓക്കെയാണ്. ഒരു സ്ഥലത്തെത്തിയാൽ നിങ്ങൾ ഒന്ന് പറയും, വേറെ സ്ഥലത്തെത്തിയാൽ നിങ്ങൾ വേറെയും പറയും. അത് നിങ്ങളൊരു പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്താ വെച്ചാൽ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞത്, അത് ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിതങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുന്ന പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്, വേറെയാണ് പറയുന്നത്. അതാ പ്രശ്നം. അതല്ല, അർഷദ് അത് മനസ്സിലാക്കി എടുത്ത് വെച്ചതാണ്. അതായത് ഫൈസൽ മൗലവി തന്നെയാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ ഈദ് നമസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചെല്ലാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞത്. കാരണം ആ പറ്റൂല എന്ന് പറയാനുള്ള കാരണം ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന്, അതല്ലെങ്കിൽ ഇല്ല നമ്മൾ ആദ്യം തന്നെ മനസ്സിലായി. രണ്ടാമത്തത് ചില സഹാബിമാരിൽ നിന്ന്, 2-3 സഹാബിമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്ന സംഭവം. ആ സനദ് ലഈഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരമാണ്. അതല്ലാതെ എന്തല്ല, അത് സഹാബി പറഞ്ഞത് എടുക്കൂല എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ആ സനദിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ പോലെയുള്ള ആളുകളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഇബ്നു ഖയ്യിമിനെ പോലെയുള്ള ആളുകളും ഒക്കെ പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരി എന്നതുകൊണ്ട് അതിന് ഒരു പ്രമാണമായി കാണൂല എന്ന് പറഞ്ഞത്. അതല്ലാതെ എന്തല്ല, സഹാബി പറഞ്ഞതുകൊണ്ട് പ്രമാണമായി കാണൂല എന്നല്ല അന്ന് അതിന് ഉത്തരം പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, നബിദിനവുമായി ബന്ധപ്പെട്ട അവിടെ ചോദ്യം ചോദിക്കാൻ ആൾക്കാർ ബാക്കിലുണ്ട്. നിങ്ങൾക്ക് നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം. നബിദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ട് ചോദിക്കാം.
ഇപ്പൊ നിങ്ങൾ പറഞ്ഞ തന്നെ പച്ച നുണയാണ്. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, നിങ്ങളെ നേതാവ് റഫീഖ് സലഫി മൂപ്പര് ഈ വിഷയത്തിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയിലും സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചത് അംഗീകരിച്ചിട്ടാണ് മൂപ്പര് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇന്നും അത് ഓൺലൈനിലുണ്ട്. ഇപ്പൊ നിങ്ങൾ പറയേണ്ടത് എന്താ അറിയോ, ഇത് ലൊയ്ഫാണെന്നുള്ളതാണ്. മൂപ്പര് അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് ഞാൻ ഫൈസൽ മൗലവിനോട് ചോദ്യം ചോദിച്ചതും. ആ ഫൈസൽ മൗലവി ഈ സംഭവത്തെ ലൊയ്ഫാക്കല്ല ചെയ്ത്, മറിച്ച് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, മറുപടി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് വെച്ചാല് സ്വഹാബികൾ ചെയ്ത് കഴിഞ്ഞാല്, ഒരു സ്വഹാബി ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രമാണാണ്. അതിനുള്ള കാരണം പറഞ്ഞത് എന്താന്ന് വെച്ചാല് അത് ഹംബലി മദ്ഹബ് അനുസരിച്ച് പറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് അന്ന് നിങ്ങൾ മറുപടി പറഞ്ഞത് വല്ലപ്പിയ മുഖാമുഖത്തില്. അതിന് മുമ്പ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കമ്പിലെ മുഖാമുഖത്തിൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചത്, അവിടെയും ആ രൂപത്തിലാണ് നിങ്ങൾ എന്തേത് മറുപടി പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ആ സ്വഹാബികളിൽ നിന്ന് വന്നതിനെ ദുർബലാക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞതല്ല, നിങ്ങള് പല സ്ഥലത്തും പലത് പറയരുത്. ഏതെങ്കിലും ഒരൊറ്റ നിലപാട് മുഖാമുഖത്തിലൊക്കെ ആവർത്തിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും. ഒരിക്കലും ഇല്ല. അർഷദിന് ചോദ്യം ചോദിക്കാണ്ട് ചോദിക്കത് നബിദിനവുമായി ബന്ധപ്പെട്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന തക്ബീറുൽ ഇഹ്റാമിന് ശേഷം അദ്ദേഹം ഇമാം എന്ത് ചെയ്യണം? എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ, അദ്ദേഹം തക്ബീറിൽ പ്രവേശിച്ച ഉടനെ തന്നെ തക്ബീറിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമാം സാവകാശം അല്ലാഹു അക്ബർ എന്ന് വീണ്ടും തക്ബീർ ചെയ്യില്ല. അങ്ങനെ 1ാമത്തെ റക്അത്തിൽ അദ്ദേഹം സാവകാശം 7 തക്ബീറുകൾ ചൊല്ലണം. ഈ തക്ബീറുകൾക്കിടയിൽ എന്തെങ്കിലും ദിക്റുകളുണ്ടോ എന്ന് പലരും പറയാറും ചെയ്യാറൊക്കെ ഉണ്ട്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റസൂലുള്ളാഹി ചെയ്തതായി ഒരു സഹിയായ ഹദീസിൽ നമ്മൾ കാണുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി ചെയ്യാത്തത് നമ്മൾ ചെയ്യാതിരുന്നാൽ മതി. ചില ആൾക്കാർക്ക് അതൊരു സോക്കടാണ്, എന്തെങ്കിലും ഒരു ദിക്ർ ചെല്ലണ്ടേ. അത് വഹി അവനിറങ്ങുമ്പോൾ ആജാതി വർത്താനം പറയല്. ഇത് അള്ളാന്റെ റസൂലിനാണ് ഈ ദീനിന്റെ വഹി ഇറങ്ങിയത്. റസൂലിന് പഠിപ്പിക്കാൻ കഴിയാതിരുന്ന കാര്യമാണോ, റസൂൽ പഠിപ്പിക്കാത്തതാണോ ചില ആൾക്കാർ പിന്നീട് ദീനാക്കി പഠിപ്പിക്കുന്നത്? അത് സത്യത്തിൽ സലഫിന്റെ മാതൃകയല്ല. സഹാബത്തിൽ നിന്ന് പ്രമാണബദ്ധമായി ഉള്ളതുപോലെ ചെയ്യുക എന്നുള്ളതാണ് സലഫികളുടെ മാതൃക. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇത്തരം മദ്ഹബി പക്ഷപാതികളുടെ ഒരു വിധത്തിലുള്ള ഈ കാട്ടിക്കൂട്ടലുകളും ഇതിൽ ചേർക്കാൻ പാടില്ലെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നാം 7 തക്ബീർ ചൊല്ല സാവകാശം. എന്താണ് സഹോദരങ്ങളെ വിഷയം? ഈദ് നമസ്കാരത്തിന്റെ രൂപം വിശദീകരിച്ചപ്പോ തക്ബീറുകൾക്കിടയിൽ വേണമെങ്കിൽ ദിക്റുകൾ ചൊല്ലാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നല്ല കാര്യമാണ്, മുസ്തഹബാണ്. എങ്ങനെ? ഏതെങ്കിലും ഒരു ഇമാമ് പറഞ്ഞത് കൊണ്ടാണോ ഞാൻ അങ്ങനെ പറഞ്ഞത്? ആദ്യം സഹോദരങ്ങളെ എന്റെ സംസാരത്തിന്റെ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ ബാക്കി ഓരോന്നും വിശദീകരിച്ചു തരാം. ഇനി തക്ബീറുകൾക്കിടയിൽ നാം എന്തെങ്കിലും പ്രത്യേകിച്ച് ചൊല്ലേണ്ടതുണ്ടോ? ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ചില സ്വഹാബികളിൽ നിന്ന് വന്ന ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, തക്ബീറുകൾക്ക് ഇടയിൽ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം, പ്രകീർത്തിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലാം. ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്നോ അൽഹംദുലില്ലാ എന്നോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നോ തുടങ്ങിയ ദിക്റുകൾ നമുക്ക് ചൊല്ലുന്നതിന് വിരോധമില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കേട്ടല്ലോ സഹോദരങ്ങളെ, വളരെ കൃത്യമല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? മഹാന്മാരായ സ്വഹാബിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. തെളിവിനെയല്ലേ ഞാൻ അവിടെ ഊന്നൽ നൽകിയത്.